വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മളിന്ന് എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ഒരു റിവ്യൂ വീഡിയോ അല്ലത്, ഇതൊരു റീസ്റ്റോർ ചെയ്തൊരു വീഡിയോ. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബറായിട്ടുള്ളൊരു ചേട്ടന് ഒരു ആംപ്ലിഫയർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ആംപ്ലിഫയർ. ഈ ഒരു ആംപ്ലിഫയറിൽ ബ്ലൂടൂത്ത് ഇല്ല, USB ഇല്ല, ആക്സ് ഔട്ടിൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. ഇതിന് പറയാൻ ബുഷ് പോലും ഇല്ല. അപ്പം USB, പെൻഡ്രൈവ്, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് അതോടൊപ്പം തന്നെ ഒരു 10 ബാൻഡിൻ്റെ ഇക്വലൈസറും ആഡ് ചെയ്ത് 2 വ്യൂ മീറ്ററും വേണമെന്നാണ് പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടത്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തില്ല. ആ ഇല്ലാത്ത കമ്പോണൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് എത്രത്തോളം ക്വാളിറ്റി ആക്കി ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റും ആ ഒരു രീതിയിലോട്ടാക്കാനാണ് കക്ഷി നമ്മളടുത്ത് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാനലെല്ലാം മാറി നമ്മൾ ആ ഒരു ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് പാനലൊക്കെ മാറ്റി നല്ല അടിപൊളി ലുക്കായിട്ട് നല്ല 2 വ്യൂ മീറ്ററും ഇക്വലൈസറും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2 കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മാറ്റും ഗ്ലോസിയും വരുന്നൊരു ഡിസൈനിലാണ് നമ്മൾ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺട്രോളിങ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാര്യത്തിലോട്ട് കിടക്കാം. വോളിയം കൺട്രോൾ നമ്മൾ ഒറ്റ കൺട്രോളിലാക്കിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ പവർ സ്വിച്ച് വരെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. വ്യൂ മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 ബാൻഡിൻ്റെ ആ ഒരു ഇക്വലൈസർ നമ്മൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇക്വലൈസറാണ്. പിന്നെ പകാരിയുടെ തന്നെ വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് വരുന്ന ബ്ലൂടൂത്ത് പാനലും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുഷും ഗോൾഡൻ ബുഷ് തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾ പഴയ ആംപ്ലിഫയർ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം വ്യത്യാസം വന്നു ഇതിനകത്ത്. ഓരോ പാർട്സുകളും ചേഞ്ച് ചെയ്യുന്നത് വീഡിയോ നമുക്ക് എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും അതിന് മുന്നേ ഒരു വീഡിയോ എടുത്തതും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കാണിക്കുന്നത്. അപ്പം ഈ തവണ നമ്മൾ വൈറ്റ് മാറ്റിയിട്ട് ഗോൾഡനിലോട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്, ഗോൾഡൻ കളറാക്കിയിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗോൾഡിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെ ആൾട്രേഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്നൊരു ക്വിക്ക് റിവ്യൂ പോലെ നമുക്കൊന്ന് കണ്ടു. ഈ ചാനലിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 35 വോൾട്ടും 2200-ൻ്റെ 4 കപ്പാസിറ്ററുകൾ മാറ്റിയിട്ട് 50 വോൾട്ട് 4700-ൻ്റെ 2 കപ്പാസിറ്റർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗെയിൻ കൺട്രോളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ട്രാൻസ്ഫോമർ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 2 വ്യൂ മീറ്റർ, ഇക്വലൈസർ കാര്യങ്ങളെല്ലാം അതിനെല്ലാം സെപ്പറേറ്റ് സപ്ലൈ തന്നെ കൊടുത്തിരിക്കുന്നത്. USB പാനൽ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് അതിൽ ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ USB-യുടെ ഡിസ്പ്ലേ ഇളക്കി ഫ്രണ്ടിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ആൾട്രേഷൻ ചെയ്തെടുത്തത്. പറഞ്ഞപ്പോൾ സിമ്പിളായിട്ട് തീർന്നു, പക്ഷേ വളരെയധികം പണിയെടുത്തിട്ടാണ് ഈ ഒരു മെത്തേഡിലോട്ട് നമ്മൾ ആക്കിയെടുത്തത്. അപ്പോൾ ലാസ്റ്റത്തെ ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 ബാൻഡ് വരുന്ന ഇക്വലൈസർ ബോർഡ് G-Techൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. G-Techൻ്റെ ബോർഡിന് ഇക്വലൈസർ ബോർഡിന് ചെറുതായിട്ട് ഗെയിൻ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഗെയിൻ ബോർഡ് അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വന്നത്. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു ലുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ലുക്ക് മാത്രം പോരല്ലോ, വർക്കും വേണ്ടേ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വീഡിയോ അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഞാനൊരു സ്റ്റോറി ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ. അപ്പം ഇതുപോലുള്ള ഫ്രണ്ട് പാനലൊക്കെ നിങ്ങൾക്ക് ആൾട്രേഷൻ ചെയ്യാനുണ്ടെങ്കിലോ ഫ്രണ്ട് പാനൽ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ട്രെൻഡ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ കോളുകളും എടുക്കാനുള്ളൊരു ടൈം നമുക്ക് കുറവാണ്. പിന്നെ വർക്കും ചെയ്ത് തീർക്കാനുള്ള കുറേ പെൻഡിങ് കിടപ്പുണ്ട്, എല്ലാം കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് എന്തായാലും ഞാൻ റിപ്ലൈ തന്നിരിക്കും, താമസിച്ചാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആംപ്ലിഫയറോട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ആംപ്ലിഫയർ അസംബ്ലിങ് വീഡിയോസും ഇതുപോലുള്ള ആൾട്രേഷൻ വീഡിയോസും എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഈ ആൾട്ടർ ചെയ്ത ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.